ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഹലോ, ഞാൻ ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മീസ് ഫുഡ് കോർട്ട്. ഇതെൻ്റെ മോൾ അനുശ്രീ. ഞങ്ങളിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, ആലു ഗോബി കറി. ആലു ഗോബി കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തിൽ ഭയങ്കര ഫേമസ് ആണ്. അവിടെ ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് പെർഫെക്റ്റ് അതിൻ്റെ ഒത്തൻറ്റിക് വേ ആണ്. അതായത് പക്ക ഗുജ്ജൂസ് ഉണ്ടാക്കുന്ന സമയത്ത് അവരുടെ കൂടെ നിന്ന് ഞാൻ പഠിച്ചൊരു ഡിഷാണ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ. പലരും പലതരത്തിൽ ഈ കറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ രീതി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, കാരണം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ തന്നെ 2-3 തരത്തിൽ കണ്ടിട്ടും കഴിച്ചിട്ടും ഉണ്ടായിരുന്നു. അതിലെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. കുറച്ച് ടേസ്റ്റി വേ ആണ്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കൂ. ആലു ഗോബി സബ്ജി ഉണ്ടാക്കാൻ നമുക്കൊരു പാൻ എടുത്ത് ചൂടാക്കി അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് 2 ഉരുളക്കിഴങ്ങ്, അത്രയും തന്നെ കോളിഫ്ലവർ, അതായത് 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് ഇതുപോലത്തെ പീസായിട്ട് കട്ട് ചെയ്യണം. അതേപോലെ തന്നെ കോളിഫ്ലവർ, അത്രയും അളവ് വരുന്ന അത്രയും കോളിഫ്ലവർ, ഇത് രണ്ടും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം. വഴറ്റാൻ നേരത്ത് ഹൈ ഫ്ലെയിമിൽ കിടന്നോട്ടെ. ഒരു മിനിറ്റ് നേരം ഇങ്ങനെ വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ലോ ടു മീഡിയം ആക്കി താഴ്ത്തിയ ശേഷം ഒരടപ്പ് കൊണ്ട് അടച്ച് വെച്ച് കുറച്ച് നേരം അത് കുക്ക് ചെയ്യണം. ഒരു 4-5 മിനിറ്റ് നേരം അത് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണമെന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഞാൻ വേവിച്ച് വെച്ചേക്കണ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങുമാണ് ഈ ഇരിക്കുന്നത്. അത് കൂടാതെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാൻ ഇതിൻ്റെ അകത്ത് റെഗുലർ മുളക് പൊടിയിൽ അല്പം കാശ്മീരി മുളക് ചേർത്തിട്ടുണ്ട്, കാരണം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതിൽ തീരെ കളറില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട്. നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങളുടെ മുളക് പൊടിക്ക് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 സവാള, 1 തക്കാളി റഫ്ലി ചോപ്ഡാണ്, 1/4 ഇഞ്ച് നീളത്തിൽ ഇഞ്ചിയും 4-5 അല്ലി വെളുത്തുള്ളിയും. ഇതൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. റഫ്ലി ചോപ്ഡാണ്, അല്ലാണ്ട് ഒന്നും ഫൈനായിട്ട് ചോപ്പ് ചെയ്യേണ്ട. നമുക്കിത് വഴറ്റി അരയ്ക്കാനുള്ളതാണ്. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ കുക്കിംഗ് ക്രീമാണ്. എൻ്റെ കയ്യിൽ കുക്കിംഗ് ക്രീം തീർന്നു പോയിരിക്കുകയായിരുന്നു. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ മിക്സ് ചെയ്തതാണ് ഇത്. ഞാൻ ഇടയ്ക്ക് ഇവിടെ ചെയ്യാറുണ്ട്, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല റെസിപ്പിയാണ്, വലിയ കുഴപ്പമില്ലാതെ കിട്ടാറുണ്ട്. നല്ല ക്രീം ഉള്ളവർക്ക് അത് ചേർക്കാം. ഇത് 1/2 ടീസ്പൂൺ ജീരകം. ഇത് കസൂരി മെത്തിയാണ്. കസൂരി മെത്തി എന്ന് പറയുന്നത് നമ്മുടെ ഇതുണ്ടല്ലോ, ഉലുവയുടെ ഇലയുണ്ടല്ലോ, അത് ഉണക്കി പൊടിച്ച സാധനമാണ് കസൂരി മെത്തി. ഈ കറിക്കകത്ത് ഇതാണ് കുറച്ചുകൂടെ നന്നായിരിക്കുക. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ പോകാൻ നോക്കാം. നമ്മൾ ആലു ഗോബി വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതായത് ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും, ആ പാനിൽ കുറച്ച് എണ്ണയുടെ അംശമൊക്കെ ബാക്കിയുണ്ടാവും. ആ പാൻ അങ്ങനെ തന്നെ എടുത്ത് ചൂടാക്കാൻ വയ്ക്കുക. ആ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ചെന്ന് പറഞ്ഞാൽ 1-2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ജീരകം ചേർത്ത് കൊടുക്കുക. ആ ജീരകം ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴറ്റിയെടുത്തിട്ട്, ഞാൻ പറയാറില്ലേ പച്ചമണം പോകണമെന്ന്, അതുകൊണ്ടാണ് ഇത് ആദ്യം ഇടുന്നത്. അതൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്കും, പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് വേഗം മാറും അതിൻ്റെ മണമൊക്കെ, നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചേക്കണം ഉള്ളി ചേർത്ത് കൊടുക്കുക. ഒരുപാട് വേവൊന്നും വേണ്ട കേട്ടോ, അതിൻ്റെ ജസ്റ്റ് ആ ഒരു പച്ച മണം പോയി കിട്ടിയാൽ മതി ഉള്ളിയുടെയും. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്.
വളരെ സിമ്പിളായ മെത്തേഡാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പം ചെയ്യാവുന്ന മെത്തേഡാണ്. ഉള്ളി ഒന്ന് നിറം മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് കൺസൈസായി. ഒരുപാടൊന്നും മൂക്കൊന്നും വേണ്ട. അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ഈ സ്റ്റെപ്പിൽ കുറച്ച് കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനത് ചേർക്കുന്നില്ല എന്നേ ഉള്ളൂ, ചേർക്കേണ്ടവർക്ക് ചേർക്കാം. തക്കാളി ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങുമ്പം, അല്ലാണ്ട് ഇത് കറക്റ്റ് പേസ്റ്റ് പോലെ ഒന്നും ആവണ്ട, തക്കാളി ചെറുതായിട്ടൊന്ന് വെന്തൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി, ആവശ്യത്തിന് മുഴുവൻ. ബാക്കിയുള്ളത് നമുക്ക് ലാസ്റ്റ് ഗ്രേവി ആയി വരുമ്പോൾ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടിയുടെ പച്ചമണം പോകുന്ന തരത്തിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് എണ്ണ ഒഴിക്കാറില്ല ഞാൻ, ക്രീമൊക്കെ ചേർക്കുന്ന സാധനമാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ചൊക്കെ ഒഴിച്ചല്ലേ പറ്റൂ. നല്ലോണം എണ്ണയിൽ ഉണ്ടാക്കുന്ന സാധനമാണ് ഇതൊക്കെ. ഇപ്പോൾ അതിൻ്റെ പച്ചമണം പോയിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കും ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. നമ്മൾ മസാലയ്ക്ക് വഴറ്റി വെച്ചിരുന്ന സെയിം പാൻ എടുത്ത് വീണ്ടും ചൂടാക്കുക. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ മിക്സിയിലുള്ളതിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു തവി വെച്ച് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഹൈയിലായിരിക്കണം. ആ മസാല നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പം ഇതുണ്ടോ, തിളച്ച എല്ലാ സൈഡത്തും പൊട്ടി തുടങ്ങും. ആ സാഹചര്യത്തിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി തീ സിമ്മിലേക്ക് ആക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് തിളച്ച് മുകളിലേക്ക് തെറിക്കും. അതുകൊണ്ട് തീ സിമ്മാക്കിയ ശേഷം നല്ലപോലെ ചേർത്ത് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെങ്കിൽ ആക്കാം കേട്ടോ. ഞാൻ ചപ്പാത്തിക്കായതുകൊണ്ടും, ചപ്പാത്തിക്ക് സാറിന് ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ല. ഇനി ഇതിനകത്തേക്ക് ഞാൻ ആ മിൽക്ക് പൗഡറും കൂടെ കുറച്ച് വെള്ളം പോലെയാണ്, ക്രീമല്ല, അതുകൊണ്ടാണ്. ക്രീം ചേർക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉപ്പിൻ്റെ അളവ് ചെക്ക് ചെയ്യണം. ഉപ്പ് ഒരല്പം കുറവുണ്ട്, ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുകയാണ്. നമുക്ക് ക്രീമും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഉപ്പ് കുറയും, അത് നോക്കി വേണം ചേർക്കാൻ. എരിവും ക്രീമൊക്കെ ചേർക്കുമ്പോൾ വീണ്ടും കുറയും കേട്ടോ. നമുക്കിനി ഇത് അടച്ച് വെച്ച് സിം ഫ്ലെയിം ഭയങ്കരമായിട്ട് കുറച്ചിടണം. എന്നിട്ട് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് വരെ നമുക്കിത് വേവിക്കാം. ആ മസാലയുടെ പച്ചമണം അതിനകത്തേക്ക് എടുക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 3 മിനിറ്റോളം അടച്ച് വെച്ച് വേവിച്ചതാണ്. ഞാനിപ്പോൾ തുറന്നു. പച്ചമണം ഒന്ന് പോകാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്യുന്നത്, അല്ലാതെ ഇതിനകത്തെല്ലാം വെന്ത സാധനങ്ങൾ തന്നെയല്ലേ, നമ്മൾ അരച്ചെടുത്തത് തന്നെയല്ലേ. ബാക്കി കോളിഫ്ലവറൊക്കെ വെന്തതുമാണ്. ആ ഉപ്പൊക്കെ അതിലേക്കൊന്ന് ചേർന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ക്രീം, കുക്കിംഗ് ക്രീം അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത് വെച്ചേക്കാം മിൽക്ക് പൗഡറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം.
താല്പര്യമുള്ളവർക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഈ കസൂരി മെത്തി തന്നെ വേണം നിർബന്ധമില്ല. ഞങ്ങളുടെ വീട്ടിൽ കസൂരി മെത്തിയാണ് ഞാൻ ഇടുന്നത്. അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് അതിനാണ്. നോർത്തിലൊക്കെ ഇരുന്നത് കാരണം ഞങ്ങൾക്കൊക്കെ അതാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അത് ചെയ്യണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വെറും മല്ലിയില ഇട്ട് കൊടുത്താലും മതി. അതുപോലെ ഈ പാൽപ്പൊടിയുടെ സ്റ്റെപ്പോ ക്രീമിൻ്റെ സ്റ്റെപ്പോ ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് ആ മുളക് പൊടിയുടെയൊക്കെ ആ ഒരു സ്റ്റെപ്പില്ലേ അവിടെ എത്തി നിർത്തുന്നവർക്ക് നിർത്താം. അതായത് മസാല ഇത് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എരിവൊക്കെ കുറച്ച് നല്ലോണം കുറച്ചിടണം. ഈ ക്രീം ചേരുന്ന സമയത്തുള്ള ഒരു സ്വാദ് കൂടി ചേർത്താണ് ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് ഹൈ ഫ്ലെയിം അല്ല, ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. കുക്കിംഗ് ക്രീം ചേർക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല. മിൽക്ക് പൗഡർ ചേർക്കുന്നവർക്ക് മാത്രമാണ് ഈ സ്റ്റെപ്പ് ഞാൻ പറയുന്നത്. കുക്കിംഗ് ക്രീം ചേർക്കുന്നവർക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കസൂരി മെത്തി മുകളിൽ ഇടാവുന്നതാണ്. ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും. ഏകദേശം 1 മിനിറ്റ് നേരം ഞാൻ അതുപോലെ വേവിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് അതിൻ്റെ അകത്ത് പച്ചമണമൊക്കെ പോയിട്ടുണ്ടാവും. ക്രീം ചേർത്തതിൻ്റെ ആണെങ്കിലും പാൽപ്പൊടിയുടെ ഇത് ചേർത്തതിൻ്റെ ആണെങ്കിലും ഒക്കെ അതൊക്കെ പോയിട്ടുണ്ടാവും. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കസൂരി മേഥി മുകളിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കാം. കസൂരി മേഥി എപ്പോഴും ചേർക്കുമ്പോൾ കൈ കൊണ്ട് ഒന്ന് പൊടിച്ചിട്ട് വേണം ചേർക്കാൻ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതുകൂടെ ചേർത്തപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് ആ കറിയുടെ. ശരിക്കും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള കറിയാണ്, റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ്. ഇത് കുറച്ചുകൂടെ കളർഫുൾ ആവണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നന്നായിട്ട് കുറച്ച് ബീൻസോ ക്യാരറ്റോ അങ്ങനെ ഇഷ്ടമുള്ള എന്തെങ്കിലും വെജിറ്റബിൾസ്, അതായത് മിക്സ്ഡ് വെജിനൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള വെജിറ്റബിൾസ് കൂടെ ചേർത്ത് നമ്മൾ ആലൂവും കോളിഫ്ലവറും കൂടെ വേവിക്കാനിട്ട സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അതും നമുക്കിതിലൂടെ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ചൂടോടെ ചപ്പാത്തിയോടൊപ്പം സെർവ് ചെയ്യാം. ആലു ഗോബി കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.